ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു 5 ഗ്രാം ചൈന ഗ്രേസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ 5 ഗ്രാം, ഏകദേശം ഒരു 5 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല, ഒരു ഏകദേശ കണക്കിൽ നമ്മളങ്ങ് എടുക്കുക. നമുക്കിത് കുതിർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെള്ളം, അതായത് നമുക്ക് തിളപ്പിക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് അലുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റോളം കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. ആക്ച്വലി ഈ ചൈന ഗ്രാസ് എന്ന് പറയണത് ഇതങ്ങനെ കെമിക്കലായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്, വെള്ളത്തിനടിയിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. എന്നിട്ട് അവരിത് എന്തോ ഡ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഇത് നമുക്ക് ഈ ഒരു ഫോർമുല ആക്കി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് കുതിർത്തി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ചൂടുള്ള പാലൊന്നും നിങ്ങൾ എടുക്കരുത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അത് കട്ടയൊക്കെ കുത്തി പോവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട കുത്താണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനകത്ത് കട്ടകളൊന്നുമില്ല. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി കുതിർത്താനായിട്ട് വെച്ചിരുന്ന ചൈന ഗ്രാസ് ഇപ്പോൾ നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കിതൊന്ന് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് പയ്യെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന ആ ടൈമിൽ തന്നെ ഇതിനകത്ത് കട്ടയൊക്കെ പയ്യെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ അലുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ അലുത്തിട്ട് നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ, ഇത് ചെറിയ ചൂടിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇരുന്ന് അതങ്ങ് പയ്യെ അങ്ങ് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ടൈമിലും നമ്മൾ ചെറിയ ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതെങ്ങനെ തന്നെ ഇരുന്നങ്ങ് സെറ്റാവും. ഇതപ്പോൾ ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത മിൽക്ക് മെയ്ഡൊക്കെ നന്നായിട്ട് പാലുമായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഞാനിപ്പോൾ എൻ്റേത് നല്ല ഡാർക്കായിട്ടുള്ള വാനില എസൻസ് ആണ്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ലൈറ്റ് വാനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് പാലുമായിട്ട് നന്നായിട്ട് നമുക്കിതിലേക്ക് യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു 50 ഗ്രാം വരെയൊക്കെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വഴി തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ് നമ്മൾ കുറച്ച് നേരത്തെ കലക്കി വെച്ചതല്ലേ, അപ്പം അതിങ്ങനെ അടിയിലേക്ക് ആ കസ്റ്റാർഡ് പൗഡർ അങ്ങ് ഊറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ കസ്റ്റാർഡ് അങ്ങ് ചേർക്കുന്ന വഴിയിൽ തന്നെ ഇതങ്ങ് പാലങ്ങ് നന്നായിട്ട് അതങ്ങ് കുറുകി വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒത്തിരി നിങ്ങൾ അങ്ങ് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കുറുകിയതായിട്ടുള്ള ഒരു ഫ്ലോയിങ് ആ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 2 ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ചേർക്കുന്നതിന് മുന്നേ കസ്റ്റാർഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ചൈന ഗ്രാസും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിൽക്കിൻ്റെ ആ ഒരു മിക്സും ഒക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് പയ്യെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് അടിച്ച് നല്ല സ്മൂത്താക്കി എടുക്കണം. നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുത്താലാണ് നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഒരുപാടങ്ങ് ചൂടാറൊന്നും വേണ്ട. ഒരുപാടങ്ങ് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ചൈന ഗ്രാസ് ഇരുന്നങ്ങ് സെറ്റ് ആകാനായിട്ട് തുടങ്ങും. പയ്യെ ഒന്ന് ചൂടാറി മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടിത് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ആ ഒരു മിക്സ് നല്ല സ്മൂത്തായിട്ടായിരിക്കണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാടങ്ങ് ടൈറ്റായി പോകരുത്, നല്ല ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കണം. നമ്മൾ സാധാരണ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ടില്ല, ആ ഒരു രീതിയിലല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ ഒരു ട്രെയിൽ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. പെട്ടെന്ന് അതിങ്ങ് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ബട്ടർ ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു എമൗണ്ടിൽ നമ്മൾ പുഡിങ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ട്രെയിൽ സെറ്റ് ചെയ്യാനുള്ള പുഡിങ് ഉണ്ടാവും. അപ്പം ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റുമല്ലോ. ഒരുപാട് നേരമൊന്നും വേണ്ട. സാധാരണ പുഡിങ്ങൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച്, അതായത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ വരെ നമുക്ക് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പുഡിങ് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബിസ്ക്കറ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. അത് ഒരുപാട് മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റ് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് സൈഡിൽ കൂടെ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പുഡിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇതനുസരിച്ച് പുഡിങ് നന്നായിട്ടിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് ഫുള്ളും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പുഡിങ്ങൊക്കെ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല സെറ്റായിട്ട് നമുക്ക് പുഡിങ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പുഡിങ് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലാണ് നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.
പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. താങ്ക്